ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. എന്താണ് ക്യുസൻ സെൻറ്റർ? ക്യുസൻ സെൻറ്റർ എന്താണ് എന്ന് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്, ക്യുസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യുസൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണെന്ത് ക്യുസൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ കാണുന്ന ഒരു ഇനാക്റ്റീവ് സെൽസ് ആണെന്ത് ഈ ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ ഒരു ക്യാപ്പ് ലൈക്ക് അല്ലെങ്കിൽ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാപ്പ് ലൈക്ക് അല്ലെങ്കിൽ ഹെമിസ്ഫിയറിക്കൽ ആയിട്ട് കാണുന്ന ഒരു റീജിയൻ ഓഫ് ഇനാക്റ്റീവ് സെൽസ് ആണ് എന്ത് ക്യുസൻ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് നമ്മുടെ കലിപ്ട്രോജൻ്റെയും ആക്റ്റീവായിട്ടുള്ള മെരിസ്റ്റമാറ്റിക് റീജിയൻ്റെയും ഇടയിലാണ് ഈ ഒരു ക്യുസൻ സെൻറ്റർ കാണുന്നത്. അപ്പോൾ ഈ കലിപ്ട്രോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കലിപ്ട്ര എന്ന് പറഞ്ഞാൽ റൂട്ട് ക്യാപ്പാണ്. കലിപ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ക്യാപ്പാണ്. നമ്മുടെ റൂട്ടിൻ്റെ റൂട്ട് ക്യാപ്പിനെയാണ് നമ്മൾ കലിപ്ട്ര എന്ന് പറയാം. കലിപ്ട്രൻ്റെ തൊട്ട് മേലുള്ള റീജിയനാണെന്ത് കലിപ്ട്രോജൻ. കലിപ്ട്രോജനിലാണ് എന്ത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഒക്കെ കാണുന്നത് അല്ലേ. റൂട്ട് ക്യാപ്പിൻ്റെ തൊട്ട് മേലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ് എന്ത് കലിപ്ട്രോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കലിപ്ട്രോജനിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ റൂട്ട് ക്യാപ്പ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഈ കലിപ്ട്രോജൻ്റെയും നമ്മുടെ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് റീജിയൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു ഇനാക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന പേരാണെന്ത് ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സെൻറ്ററിൽ കാണുന്ന റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു ക്യാപ്പ് ലൈക്ക് അല്ലെങ്കിൽ ഹെമിസ്ഫിയറിക്കൽ ആയിട്ടുള്ള ഇനാക്റ്റീവ് സെൽസിൻ്റെ ആ ഒരു റീജിയനെ പറയുന്ന പേരാണെന്ത് ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? സ്ലോലി ഡിവൈഡിങ് ആയിരിക്കും. ഇതിന് ചുറ്റുമായിട്ട് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ഉണ്ടാവും. ഈ സെൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആയതുകൊണ്ട് എന്താണ്? സ്ലോലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ്. എന്തിനു ചുറ്റുമാണ്? ഇതിന് ചുറ്റും എന്ത് കാണുന്നുണ്ട്? ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകൾ കാണുന്നുണ്ട്. ക്ലോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തത്. സിയാമേസിൻ്റെ റൂട്ട് ടിപ്പിലാണ് ഇത് ഒബ്സർവ് ചെയ്തത്. ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് ചില സമയങ്ങളിൽ എന്താകാറുണ്ട്? ആക്റ്റീവ് ആവാറുണ്ട്. എപ്പോൾ? നമ്മുടെ ആക്റ്റീവായിട്ട് റൂട്ട് ഇലോങ്ങേഷനൊക്കെ കാരണമാവാറുണ്ട്. ഇതെപ്പോഴാണ് നടക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഇനീഷ്യൽസ്, നമ്മൾ പറഞ്ഞു ഇതിന് ചുറ്റും ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ആ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള ഇനീഷ്യൽസിന് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്ത്, അതായത് സെക്കൻഡറി റൂട്ടിൻ്റെ എസ്റ്റാബ്ലിഷിൻ്റെ സമയത്ത് ഈ ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ സെല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ക്യുസൻ്റ് സെൻറ്ററിലുള്ള സെല്ലുകൾ എന്താകും? റിസർവോയറായിട്ട് മാറും. റിപ്പയറിനും റീജനറേഷനും വേണ്ടിയിട്ടുള്ള റിസർവോയറായിട്ട് മാറും. പോരാത്തതിന് ഇവിടെ ഓക്സിൻ സിന്തസിസിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള സൈറ്റാണ് എന്ത് ഈ ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യുസൻ സെൻറ്റർ എന്ത് ചെയ്യുന്ന പറയുന്നത്? അതായത് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഇനീഷ്യൽസ് ഡാമേജ് വന്നാൽ അതിന് പകരമായിട്ട് എന്താവും? ഈ സെൽസ് റിസർവോയർ സെൽസായിട്ട് ആക്ട് ചെയ്യും. ഈ ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്ന അതിലുള്ള സെല്ലുകൾ ആക്റ്റീവ് ഇനീഷ്യൽസ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് നമ്മുടെ ക്യുസൻ സെൻറ്റർ. അത്രയേ ഉള്ളൂ. നമുക്ക് 2 മാർക്കിന് ഒക്കെ ഇത്രയും പോയിൻറ്റ്സ് തന്നെ ധാരാളമാണ്. അപ്പം ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ് ഇനാക്റ്റീവ് സെൽസാണ്. പിന്നെന്താണ്? എപ്പിക്കൽ കലിപ്ട്രോജൻ്റെയും ആക്റ്റീവായിട്ടുള്ള മെരിസ്റ്റമാറ്റിക് റീജിയൻ്റെയും ഇടയിലാണ് കാണുന്നത്. പിന്നെന്താണ്? സ്ലോലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ്. ആക്റ്റീവായിട്ടുള്ള ഡിവൈഡിങ് സെൽസിന് ചുറ്റുമാണ് ഇത് കാണുന്നത്. ഇതിന് ചുറ്റുമായിട്ട് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകൾ കാണുന്നുണ്ട്. ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് സിയാമേസിലാണ്. അത് ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് നോർമലി ഇനാക്റ്റീവ് ആണ്. പക്ഷേ ആക്റ്റീവ് ഇനീഷ്യൽസിന് എന്തെങ്കിലും പ്രശ്നം, അതായത് സെക്കൻഡറി ഗ്രോത്ത് വന്നിട്ട് റൂട്ടിലെ ഈ ആക്റ്റീവ് ഇനീഷ്യൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റിസർവോയറായിട്ട് ആക്ട് ചെയ്യും. റീജനറേഷനും റിപ്പയറിനും വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയറായിട്ട് ആക്ട് ചെയ്യും? ഈ ക്യുസൻ സെൻറ്റർ ആക്ട് ചെയ്യും. ഇവിടെ എന്താണ്? ഓക്സിജൻ സിന്തസിസിൻ്റെ ഒരു ആക്റ്റീവ് സൈറ്റ് കൂടിയാണ് ഈ ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 മാർക്കായില്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക്
ക്യുസൻ സെൻറ്റർ എന്ന് പറയുന്ന റീജിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ 2 മാർക്കിൻ്റെ ഓരോരോ പോർഷൻസ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ടൈമിനനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് നല്ലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയാണ് ക്യുസൻ സെൻറ്റർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.